ആദ്യം ചട്ടിയിൽ എണ്ണ ഒഴിക്കും. ചട്ടിയിൽ എണ്ണ ഒഴിക്കും. ഓക്കെ. എന്നിട്ട് മുട്ട പൊട്ടിക്കും. മുട്ട പൊട്ടിച്ച് ചേർക്കും അല്ലേ? ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കൊടുത്താൽ മതി. ഇപ്പൊ ഒരു 5 പേർക്ക് ഉണ്ടാക്കണമെങ്കിൽ എത്ര മുട്ട പൊട്ടിക്കും? 3 എണ്ണം. 3 എണ്ണം മതി. 3 എണ്ണം മതി അല്ലേ? എണ്ണ ചൂടായി ഇത് ഒഴിക്കുക. എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ അതിലൊഴിക്കാം. ഇതിങ്ങനെ ഇറങ്ങി ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ തിരിച്ച് തിരിഞ്ഞ് വരിക. ഓക്കെ ഓക്കെ. പിന്നെ വെജിറ്റബിളിൽ എന്തൊക്കെ ചേർക്കണ്ട ചേട്ടാ അതില്? അതില് ക്യാരറ്റ്, സലറി, ക്യാപ്സിക്കം, സലറി, ബീൻസ്, ക്യാബേജ്, ക്യാരറ്റ് ഉണ്ടല്ലേ? പിന്നെന്താ? സ്പ്രിംഗ് ഓണിയൻ ചേർക്കണം അല്ലേ? ഓക്കെ. ക്യാബേജ്, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ, സലറി, ക്യാരറ്റ് 5 ഐറ്റം. ചിക്കന് ഇതില് ഇപ്പൊ പിന്നെ കോഴിമുട്ടയിൽ ചേർത്തിട്ടാണ് നമ്മള് ഈ വെജിറ്റബിൾ ഇളക്കില്ല. ഇനി അത് ചിക്കൻ ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇടണം. വേവിച്ച് വെച്ചല്ലേ ചിക്കൻ? വേവിച്ചു. ഈ ചിക്കൻ വേവിക്കുമ്പോ എന്തൊക്കെ ചേർക്കുന്നുണ്ട്? ഉപ്പ്, കുരുമുളക് പൊടി, സോയാബീൻ സോസ്. ഉപ്പ് കുരുമുളക് പൊടിയും സോയാബീൻ സോസും. ഓക്കെ. അത് ചേർത്തിട്ടാണ് വേവിക്കുക. വേവിച്ച് ചെറുതായിട്ട് ഇതുപോലെ ചെറിയതായി അരിഞ്ഞു വെക്കുക. അരിഞ്ഞു വെച്ചതാണ് ഇപ്പൊ അതിന് ചേർത്തിട്ടുള്ളത് അല്ലേ? ഓക്കെ ഓക്കെ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഓക്കെ. ഒരു പാകം ആവുമ്പോ നമുക്ക് ആ റൈസ് ഇതിലിടണം. ഇതൊരു പാകമാകുമ്പോ ചൂടായ ഒരു ഇതും വെന്തെന്ന് തോന്നുമ്പോ അല്ലെ? ആ വെജിറ്റബിളും കൂടി ഒന്ന് വെന്തെന്ന് തോന്നുമ്പോഴാണ് ഈ റൈസ് ഇടുക അല്ലെ? ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ നമ്മളൊരു 5 പേർക്ക് എത്ര റൈസ് ഇടും? നമ്മൾ എത്ര ഗ്ലാസ് അരി ഇടാൻ പറ്റും ഒരു സാധാരണ ഗ്ലാസ്സിൽ? സാധാരണ ഒരു നമ്മള് നെയ്ച്ചോറിന് ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന പോലെ അത് മതിയോ? അതുകൊണ്ട് ഒരു 1.5 ഗ്ലാസ് മതി. 1.5 ഗ്ലാസ് 3 ആൾക്ക്. വലിയ ഗ്ലാസ് ഞങ്ങൾ ഗ്ലാസ്സിലാണ്. ഓക്കെ. ഈ അരി വേവിക്കുമ്പോ ജസ്റ്റ് വെറുതെ ഉപ്പിട്ട് വേവിച്ചാൽ മാത്രം മതി? ഒന്നും വേറെ ഒന്നും ചേർക്കുന്നില്ല? അരി വേണം നോക്കണം, ശ്രദ്ധിക്കണം. അരി ബിരിയാണിയുടെ കൂടുതൽ വെന്ത് പോകാൻ പാടില്ല. കുഴഞ്ഞു പോയാല് ആകെ പോയില്ല. കുഴഞ്ഞു പോയാലും കഷ്ടാവും. ഓക്കെ ഓക്കെ. ശേഷം മറ്റേ ഇത് ഇടും നമ്മള്. അതിനകത്ത് ഇപ്പൊ നമ്മള് ഇട്ടത് ഇപ്പൊ എന്താണ് ആദ്യം പൊടിയിട്ട് നമ്മളെ അത് വേവിക്കുമ്പോ നമ്മള് അജിനോമോട്ടോ ഇപ്പൊ തന്നെ ഇട്ടുന്നത്. പിന്നെ ഇട്ടില്ല, ആദ്യം ഇട്ടുള്ളൂ. ഇപ്പോഴാണോ ചേർത്ത്? ഇപ്പോ പിന്നെ നമ്മള് പെപ്പർ പൗഡറാണ് ഇപ്പൊ ചേർത്തിട്ടുള്ളത് ഈ മുകളിലിട്ട്. അതിന് പിന്നെ മുകളിൽ ഉപ്പിട്ടു, പിന്നെ ഇത്തിരി അജിനോമോട്ടോ ചേർത്തു. ഇപ്പൊ ഈ ചേർക്കുന്നത് സോയാബീൻ സോസാണ്. ഓക്കെ. അപ്പോഴാണ് ഒരു ബ്രൗണിഷ് കളർ കിട്ടുക അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ.
ഇത്ര ആയി കഴിഞ്ഞാല് ഇതിലെ ചേരുവകളൊക്കെ ആയി. ചേരുവകളൊക്കെ ആയി. ഉപ്പൊക്കെ നോക്കണം നമുക്ക്. ഇത് എല്ലാം മിക്സ് ആയ ശേഷം ഒന്ന് ഉപ്പ് നോക്കാം. പാകത്തിന് ഉപ്പ് കുറവാണെങ്കിൽ നമ്മള് വീണ്ടും ചേർക്കാം. ഓക്കെ ഓക്കെ. ഇളക്കിയ കളറൊക്കെ നോക്കി. അപ്പൊ സോയാബീൻ സോസ് ഇത്തിരി കുറഞ്ഞപ്പോ വീണ്ടും അത് ചേർക്കും. കളർ ഇത്തിരി കുറച്ചും കൂടി ഒന്ന് ഇത്തിരി ഡാർക്കാക്കി. ഓക്കെ. അപ്പൊ മാത്രമല്ല അതിന് കളറിനേക്കാളും അതിന് ടേസ്റ്റും കൂട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. അതാണല്ലേ. ഇതില് ഇപ്പൊ നമ്മൾ അരിയിട്ടിട്ട് ഈ ചോറിട്ടിട്ട് നമ്മള് ഇത് ഇളക്കുന്നത് ശരിക്കും മിക്സ് ആവാൻ വേണ്ടിട്ടാണ്. ചോറ് ഓൾറെഡി നമ്മൾ ഇത് വെന്തിട്ടുള്ളതാണ്. അരി ഇതും കൂടി ഒന്ന് മിക്സ് ആവണ്ടേ? അതെ അതെ അതെ. ഇതിന്റെ കൂടെ കഴിക്കാൻ നമ്മള് ചില്ലി സോസ് ഉണ്ടാക്കും അല്ലെ? അതല്ല, ഈ എന്താ പറയാ, നമ്മളെ വിനീഗർ ചില്ലി. ഓക്കെ ഓക്കെ. അതിൽ ചേർക്കേണ്ടത് സോയാബീൻ സോസും വിനെഗറും പച്ചമുളകും ഉപ്പ് ഇത്തിരി വെള്ളം ചേർക്കാം പാകത്തിന് അല്ലേ? ഓക്കെ. ചിലർക്ക് ഇഷ്ടാവുള്ളൂ, ചിലർക്ക് ഇഷ്ടാവില്ല. നമ്മളെ ആൾക്കാർക്ക് കഴിക്കില്ല. പ്രശ്നം വന്നു. ഇതൊരു ചൈനീസ് ഫുഡല്ലേ? അപ്പൊ നമ്മളെ ആൾക്കാർ ഇത് അധികം കഴിക്കില്ലേ, വിനെഗർ ഒഴിക്കില്ല. ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോ താങ്ക് യു ചേട്ടാ, താങ്ക് യു. അതെ.